ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒടുവിൽ സുസ്മിതയെ പൂട്ടി. അടുത്ത ഊഴം നിനക്കാണ്, കാത്തിരുന്നോ എന്ന് പറഞ്ഞ് വിഷ്ണുവും താഴേക്ക് വരുന്നു. സുസ്മിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഉപേന്ദ്രനും വക്കീലും അവിടേക്ക് ഒരു കാറിൽ എത്തിയിരിക്കുന്നു. എന്താണ് സാർ, എന്താ കാര്യം? ഇതെൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ ഉപേന്ദ്രൻ പറയുമ്പോൾ കമ്മീഷണർ ശ്രീ രഞ്ജിനി പറയുന്നുണ്ട്, എന്നാലേ കേട്ടോ, വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാ. ഇവരുടെ സ്വഭാവം വെച്ച് അങ്ങനെ ചെയ്യിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുമാത്രമല്ല, പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനോട് സുസ്മിതയ്ക്ക് പകയും വിദ്വേഷമുണ്ടെന്ന് ഇതിനു മുമ്പേ ഉള്ള സംഭവങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇനി എന്തെങ്കിലും വ്യക്തമാക്കണോ, വിശദീകരിക്കണോ എന്നൊക്കെ ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം മുകളിൽ നിന്നും രോഹിത് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ചെറിയൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് എന്ന് ഉപേന്ദ്രൻ പറയുന്നു. അങ്ങനെ അത് വായിച്ചു നോക്കുകയാണ് കമ്മീഷണർ. ഗുണ്ടകൾ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ, എന്നിട്ടാകാം അറസ്റ്റ്, അതല്ലേ മാഡം വേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രീരഞ്ജിനിയുടെ കയ്യിലിരുന്ന സുസ്മിതയുടെ ഫോൺ സുസ്മിത അങ്ങ് വാങ്ങി. കഷ്ടകാലം വരുമ്പോൾ കൂവുന്നത് ആരാണെന്നല്ലേ മേഡത്തിന് സംശയം? കൂടത്തിൽ നിൽക്കുന്നവർ തന്നെയാണ്. കാടിളക്കി അറസ്റ്റ് ചെയ്തവർ ഇതാ കൺമുന്നിലൂടെ കൂളായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കൂവും. നേരിട്ട് കൂവിയില്ലെങ്കിലും മനസ്സിൽ കൂവും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. ഒരു ചെറുചിരി അവരുടെ മുഖത്തുണ്ടാകുമെന്നും പറയുന്നുണ്ട് സുസ്മിത. അതിലെല്ലാം ഉണ്ട് പരിഹാസവും കളിയാക്കലും ഒക്കെ. വരട്ടെ, ഇനിയൊരു അവസരം വരട്ടെ, അതുവരെ ഈ സുസ്മിതയെ വെറുതെ വിട്ടേക്ക് എന്ന് സുസ്മിത പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനെ നോക്കുന്നു. നിഴലുപോലെ നീയല്ല, നിനക്ക് പുറകെ ഞാനാണുള്ളത്. വിഷ്ണു പറയുന്നു, എടി സുസ്മിതെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നീ ഇപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ നിയമപുസ്തകത്തിൽ നിനക്കുള്ള ശിക്ഷ എഴുതി ഉറപ്പിച്ചു. അത് തടയാൻ നിനക്കോ നിന്റെ കൂടെയുള്ള ഉപഗ്രഹങ്ങൾക്കോ കഴിയില്ല. കാരണം അത് വിഷ്ണുവിൻ്റെ കൊട്ടേഷനാണ്. അത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം പോലെയാണ്. തൊട്ടാൽ തലയറുക്കാതെ തിരിച്ചു വരില്ല. സൂക്ഷിച്ചോ നീ. നിന്റെ ശിക്ഷ നീ മാത്രമാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു. ഉപേന്ദ്രന്റെ അടുത്തേക്ക് വന്ന് ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ടാണ് വിഷ്ണു പോകുന്നത്. അപ്പോൾ ഇനി എന്താ മേഡം, കൊടിയേറ്റും ഉത്സവം ഒക്കെ കഴിഞ്ഞില്ലേ? ആ സ്ഥിതിക്ക് അങ്ങ് മടങ്ങാലോ എന്ന് വിഷ്ണു സുസ്മിത കമ്മീഷണറോട് പറയുമ്പോൾ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും പോകുന്നു. ഇതൊക്കെ കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ രോഹിത് മുകളിൽ നിൽക്കുന്നു. ഉപേന്ദ്രന് ഒരു കൈ കൊടുക്കുകയാണ് സുസ്മിത. പിടിക്കപ്പെട്ട ഗുണ്ടകൾക്ക് ആവശ്യത്തിന് കാശറിയണം. ഇനി സുസ്മിതയുടെ പേര് അവർ പറയരുത് എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, അവരിനി എൻ്റെ പേര് പറയരുത്. ഒന്നുകിൽ പണം, ഇല്ലെങ്കിൽ പണി. ഇത് സുസ്മിതയാണ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് രാഘവനെയും കൊണ്ട് സത്യഭാമ ഡോക്ടറിന്റെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സത്യഭാമയോടും രാഘവനോടും പറയുന്നു, പഴയ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ചിലത് മാത്രമേ പറയുന്നുള്ളൂ, ചിലതൊക്കെ മറന്നു പോയിരിക്കുന്നു. ചിലത് ഇന്നലെ കണ്ടതുപോലെ വ്യക്തമായി പറയുന്നു. അത് ഞാൻ കേട്ടതാണല്ലോ. ഇദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളെക്കാൾ ഓർമ്മശക്തിയുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞതാ, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്നേ. മോനും ഇവൾക്കുമാണ് നിർബന്ധം ഡോക്ടറെ കാണണമെന്ന്. ഏതാണ്ട് മാരക അസുഖം എന്നൊക്കെയാ പറയുന്നത്. ഇനി വിശ്വാസമായില്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഡോക്ടറെ. ഞാൻ പറഞ്ഞ് മടുത്തു എന്നൊക്കെ രാഘവൻ. ഭാമയെ നീ കേട്ട് മനസ്സിലാക്കിയിട്ട് വാ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രാഘവൻ പോകുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നു ഭാമയോട്, ഞാൻ അങ്ങനെ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞത് മനഃപൂർവ്വമാണ്. താനൊരു രോഗിയാണെന്ന് അറിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഒരു രോഗവുമില്ല എന്ന് മനസ്സിലാക്കി ചികിത്സിക്കുന്നതാണ്. ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ നഷ്ടപ്പെടും. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. ആ നഷ്ടപ്പെട്ട സമയത്തെ ഓർമ്മകൾ ഇവരുടെ മനസ്സിലൊരു ബ്ലാങ്കായി കിടക്കും. അത് ഒരിക്കലും ഓർത്തെടുക്കാനോ പഴയ ആ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാനോ ഇവർക്ക് കഴിയില്ല. പക്ഷേ ആ മറവി ഒരിക്കലും ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു അസുഖം ഇവർക്കുണ്ടെന്ന് ഇവർക്ക് അറിയത്തുമില്ല, സമ്മതിച്ച് തരത്തുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചികിത്സ എങ്ങനെയായിരിക്കുമെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. കെയർ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ വഴി. ഒറ്റയ്ക്ക് ഒരിടത്തേക്കും വിടാൻ സാധിക്കില്ല. വിശ്വസിച്ച് ഒന്നും ഏൽപ്പിക്കാൻ കഴിയില്ല. ഉറക്കത്തിൽ പോലും ഒരു കണ്ണ് വേണമെന്ന് പറയാറില്ലേ, ആ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും വേണം. പിന്നെ ഒരു ആശ്വാസമുള്ളത്, ഇതൊരു തുടക്കമാണ്. പിന്നെ ആ ഒരു ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ചില മരുന്നുകളുണ്ട്. ചിന്തകൾ ബലപ്പെടുത്താവുന്ന എന്ത് എക്സസൈസും ഇതിൽ പ്രധാനമാണ്. തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അക്ഷരങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകൾ ഉപയോഗിക്കില്ലേ? ചിത്രങ്ങളിലൂടെ പറയണമെന്നൊക്കെയല്ലേ പറയുന്നത്? അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇതൊരു ആരംഭമാണ്. ഇത് കൂടിയാലും പ്രശ്നമാണ്. പേഷ്യൻറ്റിനെ വേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ പല ഘട്ടങ്ങളിലും നമ്മൾ ഭയപ്പെടേണ്ടി വരും. ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയില്ലേ എന്ന് ഭാമ. ഇല്ലെന്ന് ഡോക്ടർ.
ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹത്തിനൊപ്പം ഈ രോഗവും ഉണ്ടാവും. മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇദ്ദേഹത്തിനൊപ്പം നമ്മളും ഉണ്ടാകണമെന്ന് മാത്രം. പക്ഷേ ഇത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ശ്രദ്ധ കൂടുതൽ കൊണ്ട്. അവർക്ക് ഭാരപ്പെട്ട ചിന്തകൾ കൊടുക്കാതെ പകുതി ചിന്ത നമ്മൾ ഷെയർ ചെയ്തെടുത്താൽ മതി. ഞാനൊരു അഡ്രസ്സ് തരാം. എൻ്റെ സുഹൃത്ത് നടത്തുന്ന ഒരു സ്ഥലമാണ്. കുറച്ചധികം പണമാകും, പക്ഷേ ഈ ഒരു അസുഖത്തിന് അത് നല്ലതാണ്. കുഴപ്പമില്ല ഡോക്ടർ, എൻ്റെ മകനുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് ആ ചികിത്സ തന്നെ ചെയ്യാമെന്ന് ഭാമ. ഇതെല്ലാം കേട്ട് ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു ഭാമ. പിന്നീട് ശാലിനിയെ കാണിക്കുന്നു. ശാലിനിയോട് നടന്ന കാര്യങ്ങളെല്ലാം വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണു ആ ശാരദാമ്മയുടെ വീട്ടിൽ തന്നെയുണ്ട്. ശാരദാമ്മയും അവിടെയുണ്ട്. ശാലിനിയും ശാരദാമ്മയും സംസാരിച്ചിരിക്കുകയാണ്. അത്യാവശ്യമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണുവും. ശ്യാമയും പപ്പിയും രോഹിത്തിന്റെ അരികിലേക്ക് പോയെന്ന് ശാലിനി. അവിടെ പറഞ്ഞു വിടണ്ടായിരുന്നു. ആ ചന്ദ്രബോസ് ഇപ്പോൾ പാമ്പിന്റെ പകയുമായി നടക്കുകയാണ്. ശാലിനി പറയുന്നു, ഞങ്ങൾ പറഞ്ഞതാണ് ശ്യാമയോട്, അതൊരു തടവറയാണ്. നിന്നെയും മകളെയും ദ്രോഹിക്കാനേ അത് പറ്റൂ, പോകണ്ട എന്നൊക്കെ. ശ്യാം അവിടെ നിന്നാൽ രോഹിത്തിനെ നന്നാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മോളെയും കൊണ്ട് അവൻ പോയത്. അവൻ നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവുമെങ്കിൽ അവൻ പണ്ടേ നന്നായേനെ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, ഇനി ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടാനായിരിക്കും അവളുടെ വിധി. ഭഗവാൻ കൽപ്പിച്ചു തരുന്നത് വാങ്ങാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിക്കുകയായിരിക്കും. ശ്യാമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, എങ്കിലേ മോൾക്കവിടെ നല്ലൊരു ജീവിതം ഉണ്ടാകും. അവള് അങ്ങനെ അവിടെ കിടന്ന് നരകിക്കേണ്ടവളല്ല. അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ തീയാണ് എന്ന് ശാലിനി പറയുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം അവളാണ്. നമ്മൾ അവൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശത്രുക്കളാകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും മിണ്ടാത്തതെന്ന് ശാരദാമ്മ. എന്തായാലും ഞാൻ ഇറങ്ങുകയാണ്, അവിടെ അച്ഛനെയും അമ്മയും ഒന്ന് കാണണമെന്ന് വിഷ്ണു. മോൻ എന്തായാലും കഴിക്കുക, അപ്പോഴത്തേക്കും സത്യ വരും. മോളെയും കൂടി കണ്ടിട്ട് പോകാമല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഞാൻ സത്യയെ കാണാൻ പിന്നെ വരാം. നിരപരാധിയായിട്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് എനിക്ക് പറയണം എന്നെ വെറുതെ വിട്ടെന്ന്. അത് എത്രയും നേരത്തെ ആവുന്നോ അത്രയും നേരത്തെ ആകട്ടെ, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോകുന്നു. പിറകിൽ നിന്നും ശാലിനി വിഷ്ണുവിനെ വിളിച്ചു. നമുക്കിനി ഈ ലോറിപ്പണി വേണ്ട, ഈ കിട്ടിയ ചതിയോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ശേഷം സുസ്മിത മുകളിൽ ആ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുകയാണ് സുസ്മിത. താഴെ രോഹിത്തും ശ്യാമയും പപ്പിയുമാണ് ഓട്ടോയിൽ വന്നിറങ്ങിയത്. ശ്യാമ വന്ന പാടെ ശ്യാമയോട് പറയുന്നുണ്ട് രോഹിത്ത്, എല്ലാവരെയും വിറപ്പിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. പോയ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങോട്ട് വരത്തേ ഇല്ലെന്ന്. അല്ല, അവരെന്താ നിന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാണ്, അല്ലാതെ എൻ്റെ വീട്ടിലല്ല. ശ്യാമ കയറാൻ തുടങ്ങുമ്പോൾ രോഹിത്ത് പറയുന്നു, നിൽക്ക്. അപ്പോൾ നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേട്ടനും കൂടി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് സംരക്ഷിക്കാനല്ല. നീ പറയുന്നത് പോലെ വീണ്ടും നിന്നെ ഇവിടെ ഇട്ട് നരക യാതന അനുഭവിപ്പിക്കാനാണല്ലേ? അതെ, എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണ് ഇത്. അത് എത്ര മായ്ച്ചാലും മായത്തില്ല. നിന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് ഞാനാണല്ലോ. ഞാൻ പറയുന്നു, നിനക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ല. സുസ്മിതയും അവിടെ എത്തി. പിന്നെ നിനക്കും നിന്റെ കൊച്ചിനും ഇവിടെ നിൽക്കണമെങ്കിൽ അവളുടെ കാൽക്കലേക്ക് വീഴ്. എന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾക്ക് മാപ്പ് ചോദിക്കേ, എന്നിട്ട് ഇവിടെ പുറത്തോളൂ എന്ന് രോഹിത്ത് പറയുമ്പോൾ ശ്യാമ പറയുന്നു, രോഹിത്തിന് ഇപ്പോൾ എന്നെ കൊണ്ട് ഇവളുടെ കാല് പിടിപ്പിക്കണം. അത് ഇവള് പറഞ്ഞതാണോ? ഇവളെ പ്രീതിപ്പെടുത്താൻ സ്വയം തീരുമാനിച്ചതാണോ? സുസ്മിത പറയുന്നു, ശ്യാമെ, ഈ വീട് ലേലത്തിൽ പിടിച്ചത് ഞാനാണ്. ഇവിടെ ആരൊക്കെ നിൽക്കണം നിൽക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട അവകാശം എനിക്കാണ്. നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ മേലാൽ നിന്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും കാണിച്ച വില കുറഞ്ഞ കാര്യങ്ങളും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറരുത് എന്ന് പറയണം. കയറിയാൽ ഈ സുസ്മിത ആരാണെന്ന് നീയും അറിയും, ശരിക്കും അറിയും. സുസ്മിത, എന്തിനാണ് ഈ മാറാലകളെ തലയിലെടുത്ത് വെക്കുന്നത്? ഇത് എവിടെയെങ്കിലും പോയി തുലയട്ടെ. നശിക്കാനും നശിപ്പിക്കാനും കയറി വന്നതാ, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല, പറഞ്ഞു വിട്ടേക്ക് എന്നൊക്കെ രോഹിത്ത് പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞവളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇനി അവരിതുപോലെ വന്നാൽ ഇവരും ഈ കൊച്ചും വീടിന് പുറത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം, നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറഞ്ഞുവിടാം. ഇപ്പോൾ തൽക്കാലം ഇവളും കൊച്ചും അകത്തേക്ക് പോകട്ടെ എന്നെ സുസ്മിത. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു. സുസ്മിത രോഹിത്തിനോട് പറയുന്നു, രോഹിത്തെ, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ അവളും കൊച്ചും ഇവിടെ വേണം. ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു ബിസിനസ് പോലും നമ്മൾ ചെയ്യാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഇതുപോലെ ഒരു കൊച്ചും തള്ളയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു മറയാണ്. അവിടേക്ക് ഇപ്പോൾ ഒരു കാറ് വന്നു. ചന്ദ്രബോസാണ് വന്നത്, കൂടെ ഉപേന്ദ്രനും. ഈ ചിരിക്കൊരു ജീവനില്ലല്ലോ, എങ്ങനെ ജീവൻ ഉണ്ടാകും? ACPയുടെ തൊപ്പിയും വെച്ചുകൊണ്ട് സാധാ പോലീസുകാരന്റെ ഒരു പവർ പോലും കാണിക്കാൻ കഴിയാതാകുമ്പോൾ ചിരി എന്നല്ല, മൊത്തത്തിലൊരു പരിങ്ങലാവും എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, അത് തന്നെയടി കൊച്ചെ. മോളെ രക്ഷിക്കാനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതിന്റെ വേദനയുണ്ട് എനിക്ക്. ചിറ്റപ്പന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എൻ്റെ വേദന മനസ്സിലാക്കിയത് ഈ നിൽക്കുന്ന ഉപേന്ദ്രൻ മുതലാളിയാണ്. അതിനെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും, നന്ദിയുള്ളവളായിരിക്കും. കാരണം ഞാൻ അകത്ത് പോകാതെ കൃത്യസമയത്ത് എന്നെ വന്ന് രക്ഷിച്ചത് ഈ മുതലാളിയാണ്.
കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഉപേന്ദ്രൻ കൈവിടില്ല, അത് ജീവൻ കൊടുക്കാനാണെങ്കിലും ശരി. സുസ്മിത അകത്ത് നിൽക്കേണ്ടവളല്ല, പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യേണ്ടവളാണ്. നമുക്ക് വെള്ളവും വളവും തരാൻ മാത്രമേ കഴിയൂ. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സുസ്മിതയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ശാരദാമ്മയെ പോലെ ബുദ്ധിയിലും കഴിവിലും സമാസമം നിൽക്കുന്ന ആളാണ് ഈ സത്യഭാമയും. ഇപ്പോഴത്തെ ഈ ക്ഷീണം അവരെ ഒന്ന് തളർത്തിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് തിരിച്ചു വരും. ആ വരവ് തളർത്താനുള്ള വഴിയാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത്. പിന്നെ ആ ഫുഡ് കോമ്പറ്റീഷന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ സത്യഭാമയും ശാരദാമ്മയും പങ്കെടുക്കുന്നുണ്ട്. സാബു വർഗീസ് എൻ്റെ ഒരു സുഹൃത്താണ്. ആ അച്ചായനാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തോടെ സത്യഭാമയും ശാരദാമ്മയും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട് തുല്യശക്തിയും ഒന്നിച്ചാൽ അപകടം മറ്റുള്ളവർക്കാണ്, അതായത് നമുക്കാണ്. രോഹിത് പറയുന്നു, ഇതിനു മുമ്പും ഇവരെല്ലാം പങ്കെടുത്ത ഒരു ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് ശ്യാമ പറഞ്ഞ് എനിക്കറിയാം. അന്നും കടുത്ത മത്സരമായിരുന്നെന്നാ പറഞ്ഞു കേട്ടത്. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. സത്യഭാമയായിരുന്നു അതിൽ ചീഫ് ഗസ്റ്റ് എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്ന് ശാരദാമ്മയ്ക്കായിരുന്നു സമ്മാനം കിട്ടിയത്. ഇന്നിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കാലം പോയൊരു പോക്കേ. ഈ മത്സരത്തിൽ രണ്ട് തുല്യ ശക്തികൾക്കും ഒരു വിള്ളലുണ്ടാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു, എങ്കിൽ ഞാനും പങ്കെടുക്കാം. മത്സരത്തിൽ ശാരദാമ്മ ജയിച്ചാലും സത്യഭാമ ജയിച്ചാലും നമുക്ക് പറയാം. അതുകൊണ്ട് രണ്ടുപേരും ജയിക്കാതിരിക്കാനാണ് ഞാൻ പങ്കെടുക്കുന്നത്. അവർ രണ്ടുപേരും ജയിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കേണ്ടവൾ ഞാൻ തന്നെയാണ്. അത് പക്ഷേ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് സുസ്മിത പറയുന്നു. എന്തായാലും എങ്ങനെയായാലും സുസ്മിതയ്ക്ക് ജയം വേണം. അത് പണം ഒഴുക്കണമെങ്കിൽ പണം ഒഴുക്കാം. ഇനി രക്തം തന്നെ ഒഴുക്കണമെങ്കിൽ സുസ്മിത അതിനും തയ്യാറാണെന്നും സുസ്മിത പറയുന്നു. അന്തിമ ലക്ഷ്യം വിജയം മാത്രം. അങ്ങനെ ഇപ്പോൾ വീണ്ടും കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുസ്മിത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.